ഈ വീഡിയോയിൽ എക്സസൈസ് 9.2-ലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. എ ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ ടാങ്ക് ഓഫ് റേഡിയസ് 7 meter and height 3 meter is made from a sheet of metal. How much sheet of metal is required? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ ടാങ്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ടോട്ടൽ സർഫസ് ഏരിയ, ആ ഒരു ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ ടാങ്ക് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റൽ എത്രയാണ്? മെറ്റലിന്റെ ഷീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര മെറ്റൽ ആവശ്യമായി വന്നു എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ ടാങ്ക് ആണ്, അതുകൊണ്ട് തന്നെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ മാത്രമേ എത്രമാത്രം മെറ്റൽ യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. സോ ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ ടാങ്കിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് h is equal to 3 meter ആണ്. ഹൈറ്റ് 3 meter ആണ്. ദെൻ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 7 meter ആണ്. റേഡിയസ് എന്താണെന്ന് അറിയാം. സെന്ററിൽ നിന്നും ബൗണ്ടറിയിലേക്ക് വരയ്ക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ബൗണ്ടറിയിലേക്കുള്ള, സെന്ററിൽ നിന്നും ബൗണ്ടറിയിലേക്കുള്ള, സർക്കിളിന്റെ ബൗണ്ടറിയിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്. സോ റേഡിയസ് is 7 meter. റേഡിയസ് r is equal to 7 meter. ദെൻ സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ. Total surface area of cylinder is equal to lateral surface area കാണാനുള്ള ഇക്വേഷൻ 2πRh ആണ്. ദെൻ അതിൻ്റെ കൂടെ ടോപ്പിലെയും ബോട്ടത്തിൻ്റെയും ഏരിയയും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് കർവ്ഡ് ഫേസിൻ്റെ ഏരിയ ആണ് 2πRh എന്ന് പറയുന്നത്. ദെൻ എന്തുകൂടെ ആഡ് ചെയ്യണം? πr², 2πr² ആഡ് ചെയ്യണം. ഒരു സർക്കിളിന്റെ ഏരിയ എന്നത് πr² ആണ്. അപ്പോൾ ടോപ്പിലെയും ബോട്ടത്തിലെയും ഏരിയ കൂടെ ആഡ് ചെയ്യുമ്പോൾ 2πr². നമ്മൾക്ക് കോമൺ ആയതുകൊണ്ട് തന്നെ അതിനെ ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുത്താൽ ബാക്കി വരുന്നത് h പ്ലസ് r, 2πr h പ്ലസ് r. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. 2πr. ഇത് മുന്നേ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ. h പ്ലസ് r ഈക്വൽ ടു വാല്യൂസ് അപ്ലൈ ചെയ്യാം. 2 into pi is 22 divided by 7. പൈയുടെ വാല്യൂ 22 divided by 7 അല്ലെങ്കിൽ 3.14. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് 7 meter. Then height is 3 meter plus radius 7 equal to 44 into 7 വെട്ടിപ്പോവും. Then 44 into ബ്രാക്കറ്റിൽ 3 plus 7 is 10. That's equal to 440 meter square. യൂണിറ്റ് മീറ്ററിലാണ് തന്നിട്ടുള്ളത്, ഹൈറ്റും അതുപോലെ തന്നെ റേഡിയസും. സോ ആൻസർ ഏരിയയുടെ ഏരിയയും അപ്പോൾ യൂണിറ്റ് മീറ്റർ സ്ക്വയർ തന്നെയാണ് വരിക. സോ ആൻസർ ഈസ് 440 meter square. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.
സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.